നമുക്ക് വിശദമായ വാർത്തകളിലേക്ക് തന്നെ പോകണം. അത് ഏറ്റവും പ്രധാനം ഗൾഫിനെ തീർക്കും, ഗൾഫിൽ ബ്ലാക്ക് ഔട്ട് ഉണ്ടാക്കുമെന്നുള്ള ഇറാന്റെ മുന്നറിയിപ്പ് തന്നെയാണ്. അമേരിക്ക ഇസ്രായേൽ ആക്രമണം തുടർന്നാൽ ഇറാനുമായി ബന്ധപ്പെട്ട് ആക്രമണം കടുപ്പിക്കും. അത് ഗൾഫ് രാജ്യങ്ങളിലേക്കാകും. വലിയ മുന്നറിയിപ്പ്, വലിയ ഭീഷണി ഗൾഫ് രാജ്യങ്ങൾക്ക് സംഭവിക്കുന്നു എന്നുള്ളത് ഏറ്റവും നിർണായകമായ ഒന്നാണ്. മറ്റൊന്ന്, ഇറാൻ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നു. അമേരിക്കയുടെ F-15 വിമാനം തകർത്തു. 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് എല്ലാ കപ്പലുകൾക്കുമായി തുറന്നു കൊടുക്കണമെന്ന ട്രംപിന്റെ അന്ത്യശാസനത്തിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഉള്ള ആക്രമണം ഉണ്ടായത്. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളെല്ലാം തകർക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഇസ്രായേലിലും ഇറാൻ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. അമേരിക്ക ഇനി ആക്രമിച്ചാൽ ഗൾഫിനെ ബ്ലാക്ക് ഔട്ടിലാക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. മനു, ഇത് ഇപ്പോൾ അമേരിക്ക പറയുന്നത് ഏതാണ്ട് ഇറാനെ തീർത്തു എന്നാണ്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. അവർ തുടർച്ചയായി ആക്രമണം നടത്തുന്നുണ്ട്. അമേരിക്കയുടെ അഭിമാന യുദ്ധവിമാനങ്ങളെ പോലും അടിച്ചിടുന്ന അവസ്ഥയുണ്ട്. ഇപ്പോൾ ഗൾഫിന് നേരെ ആക്രമണം കടുപ്പിക്കുമെന്ന് പറയുമ്പോൾ ഒട്ടും സുഖകരമല്ല കാര്യങ്ങളെന്ന് മനസ്സിലാക്കണം. ഞാൻ ഒരു മണിക്കൂർ മുമ്പ് ട്രംപിൻ്റെ സമൂഹ മാധ്യമമായി ട്രൂത്ത് സോഷ്യൽ നോക്കിയപ്പോൾ കണ്ടത്, ട്രംപ് വ്യക്തമാക്കുന്ന ഒരു കാര്യം ഇറാൻ അവസാനിച്ചു എന്നാണ്. ഇറാൻ്റെ മരണം ആണ് ട്രംപ് പ്രഖ്യാപിക്കുന്നത് ട്രൂത്ത് സോഷ്യലിലൂടെ. തൻ്റെ ഇറാൻ അവസാനിച്ചിരിക്കുന്നു. ഇനി അമേരിക്കയ്ക്കുള്ള ഏക ശത്രു അവിടുത്തെ തീവ്ര ഇടതുപക്ഷമായ ഈ പ്രത്യേകിച്ചൊരു കഴിവുകെട്ട ഡെമോക്രാറ്റിക് പാർട്ടി മാത്രമാണ്. ബാക്കി എല്ലാ ശത്രുക്കളും ബാക്കിയൊരു വലിയ ശത്രുവായിരുന്ന ഇറാനെ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് ഡൊണാൾഡ് ജെ ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരിക്കുകയാണ്. ഇത് എല്ലാ ഘട്ടത്തിലും ട്രംപ് പറയുകയാണ്. നേരത്തെ ഈ യുദ്ധം തുടങ്ങുന്ന ഘട്ടത്തിൽ ട്രംപ് പറഞ്ഞത് 4 ആഴ്ച കൊണ്ട് ഈ യുദ്ധം പൂർണ്ണ പര്യവസാനത്തിലേക്ക് നീങ്ങും, അത്രയും സമയത്തിനുള്ളിൽ ഇറാൻ നാമാവശേഷമാകും എന്നാണ്. പക്ഷേ ഇത് 4ാമത്തെ ആഴ്ചയാണ്. ഇപ്പോഴും കടുത്ത പ്രതിരോധം ഇറാൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു. മാത്രമല്ല, ഡിഗോ ഗാർസിയ പോലുള്ള ദ്വീപുകളിലേക്ക് 4000 കിലോമീറ്റർ ദൂരം താണ്ടിയുള്ള മിസൈൽ ആക്രമണം വരുമെന്ന ആശങ്ക ഒക്കെ അവിടെ നിലയുറപ്പിക്കുകയാണ്. അപ്പോൾ ട്രംപ് പറയുന്നിടത്തല്ല കാര്യങ്ങൾ എന്നാണ് ഇപ്പോൾ ബോധ്യമാകുന്നത്. ഏതായാലും ട്രംപ് ഒരു അന്ത്യശാസനം നൽകിയിരിക്കുന്നു. 48 മണിക്കൂറിനകം ഈ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്നാണ് ട്രംപിൻ്റെ ആവശ്യം. പക്ഷേ ആ ട്രംപ് ഈ അൾട്ടിമേറ്റവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ കടുത്ത വില നൽകേണ്ടി വരും എന്നാണ് ഇറാൻ തുടർച്ചയായി പറയുന്നത്. വെറുതെ ഇരിക്കില്ല എന്ന ഒരു നിലപാട് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇന്നിപ്പോൾ ഈ ഗൾഫിൽ ഉടനീളം ഈ ആക്രമണങ്ങൾ നടന്നതിൻ്റെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. സൗദി അറേബ്യ 60-ലധികം ഡ്രോണുകളെയാണ് ഇന്ന് ഇൻ്റർസെപ്റ്റ് ചെയ്തത്, നിർവീര്യമാക്കിയത് എന്നതിൻ്റെ കണക്കുകൾ വരുന്നു. സൗദി അറേബ്യയുടെ ഈസ്റ്റേൺ പ്രോവിൻസിന് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായത്. ഒപ്പം തന്നെ അവിടേക്ക് 3 ബാലിസ്റ്റിക് മിസൈൽ റിയാദിലേക്ക് വന്നു എന്നാണ് ഒരു വിവരം പുറത്തു വരുന്നത്. പക്ഷേ അതെല്ലാം ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കാൻ കഴിഞ്ഞു. ജനവാസമില്ലാത്ത മേഖലകളിൽ അത് ചെന്ന് അതിൻ്റെ അവശിഷ്ടങ്ങൾ പതിച്ചു എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, സൗദി അറേബ്യ ഈ ഇറാൻ്റെ ഡിപ്ലോമാറ്റിക് സ്റ്റാഫ്, അതുപോലെ മിലിറ്ററി അറ്റാഷെ ഒക്കെ എല്ലാവരെയും പേഴ്സൺ നോൺ ഗ്രാറ്റയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവർ അടുത്ത 24 മണിക്കൂറിനകം ഈ രാജ്യം വിട്ട് പോകണം എന്നതാണ് അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഖത്തറും നമുക്കറിയാം സമാനമായ രീതിയിൽ ഇത് ബുധനാഴ്ച ചെയ്തിരുന്നു. ബഹ്റിനിൽ ഇറാൻ മിസൈലുകൾ അവിടുത്തെ US ബേസിലേക്ക് വന്നതിൻ്റെ വിവരങ്ങൾ ഉണ്ട്. ഒപ്പം തന്നെ അവിടെ അൽ മിൻഹാദ് ബേസിലേക്കാണ് അവിടെ ആക്രമണം നടന്നത്. UAEയും അതുപോലെ അലി അൽ സലീം എയർബേസ് കുവൈറ്റ്, അതുപോലെ അൽ മിൻഹാദ് ബേസ് UAEയിലൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഒക്കെ ആക്രമണങ്ങൾ നടന്നു. ബഹ്റിൻ മിലിറ്ററി പറയുന്നത് അത് 143 മിസൈലുകൾ തടഞ്ഞു, 242 ഡ്രോണുകൾ തടഞ്ഞു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഖത്തർ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പറയുന്നത് അവിടെയെല്ലാം പരിശോധന നടക്കുന്നു. അതിൻ്റെ ഒരു ഹെലികോപ്റ്ററിന് ഒരു സാങ്കേതിക പ്രശ്നമുണ്ടായി, അത് തകർന്നതിൻ്റെ വിവരങ്ങൾ വരുന്നു. അങ്ങനെ അപ്പം ഈ ഖത്തറിൻ്റെ സൈനിക ഹെലികോപ്റ്റർ അല്ലേ, അതാണ് കടലിൽ തകർന്നു വീണത്. 6 പേർ മരിച്ചു എന്ന വിവരമുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഈ ആക്രമണത്തിൻ്റെ ഭാഗമാണോ? ഒപ്പം ലെബനനിലെ എല്ലാ പാലങ്ങളും തകർക്കാൻ ഇസ്രായേൽ ഉത്തരവിട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതിന് പിന്നാലെ പല പാലങ്ങളിലും മിസൈൽ പതിക്കുന്നുണ്ട്. സൗദിക്ക് നേരെ വീണ്ടും ഇറാന്റെ ആക്രമണം സംഭവിക്കുന്നുണ്ട്. റിയാദ് നഗരം ലക്ഷ്യമിട്ട് വന്ന മിസൈൽ സൗദിയുടെ പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കിയെന്ന വിവരം പുറത്തു വരുന്നുണ്ട്. UAEയും സൗദിയും അടക്കം ഗൾഫ് രാജ്യങ്ങളെല്ലാം അതീവ ജാഗ്രത ഇപ്പോൾ പ്രഖ്യാപിച്ച പശ്ചാത്തലമുണ്ട്. ഇറാന്റെ 4 ബാലിസ്റ്റിക് മിസൈലുകളും 25 ഡ്രോണുകളും തകർത്തുവെന്ന് UAE വ്യക്തമാക്കുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെ
ഈ യുദ്ധം ആരംഭിച്ച സമയം മുതൽ 345 ബലിസ്റ്റിക് മിസൈലുകളും 1773 ഡ്രോണുകളും UAE നിർവീര്യമാക്കുന്നു. ഈ ആയുധ സംവിധാനങ്ങളൊക്കെ ഇറാന്റെ അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോഴും വലിയ ആക്രമണത്തിന് അല്ലെങ്കിൽ ഇത്തരം പുതിയ സംവിധാനങ്ങൾക്ക് ഇറാനെ പ്രാപ്തരാക്കുന്ന എന്താണ്? അമേരിക്കയുടെ ഇറാനെ തകർത്തുവെന്ന ആത്മവിശ്വാസത്തിന് അടിസ്ഥാനമില്ലല്ലോ. അത് ഡൊണാൾഡ് ട്രംപ് സമൂഹ മാധ്യമമായ ഈ ട്രൂത്ത് സോഷ്യലിൽ ഇങ്ങനെ ഇടതടവില്ലാതെ താൻ വിജയിച്ചു, ഇറാൻ അവസാനിച്ചു എന്നൊക്കെ പറയുമ്പോഴും തുടർച്ചയായുള്ള ആക്രമണം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നത് ഇവിടെ ശ്രദ്ധേയമാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഇതിന് മുന്നു വന്ന ഒരു ട്വീറ്റ് വളരെ രസകരമാണ്. ഇഫ് ഇറാൻ ഡസ് നോട്ട് ഫുള്ളി ഓപ്പൺ വിത്തൗട്ട് ത്രെറ്റ് ദ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് വിത്തിൻ 48 hours എന്നൊക്കെ പറഞ്ഞ് 48 മണിക്കൂർ സമയം കൊടുക്കുകയാണ്. അമേരിക്ക വിൽ ഹിറ്റ് ആൻഡ് ഒബ്ലിറ്ററേറ്റ് എന്നാണ് പറയുന്നത്. അത് അടിച്ച് തകർക്കും എന്നുള്ള ഒരു പ്രയോഗമാണ് ട്രംപ് ഇത് മുന്നോട്ട് വയ്ക്കുന്നത്. വേരിയസ് പവർ പ്ലാന്റ് സ്റ്റാർട്ടിങ് വിത്ത് ദ ബിഗസ്റ്റ് വൺ ഫസ്റ്റ് എന്നാണ്. അതായത് ഊർജ്ജ കേന്ദ്രങ്ങൾ ഏറ്റവും വലിയ ഊർജ്ജ കേന്ദ്രം ആദ്യം എന്നൊരു പ്രയോറിറ്റി വെച്ച് അതെല്ലാം അടിച്ച് തകർക്കും എന്ന് ട്രംപ് പറയുന്നു. പക്ഷേ ഇത് ട്രംപ് താങ്കൾ എപ്പോഴും ഒരാഴ്ച കൊണ്ട് അപ്പുറത്തേക്ക് കരുതിയിരുന്ന ആക്രമണം ഒരാഴ്ച മുന്നേ തീർത്തു എന്നൊക്കെയുള്ള തരത്തിൽ തുടർച്ചയായി ഇത് വയ്ക്കുന്നു, നിലപാടുകൾ വയ്ക്കുന്നു. ഇറാന് ഒരു ഡീൽ ഉണ്ടാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ സമീപിക്കുന്നു. പക്ഷേ ഇറാൻ നേതൃത്വം പറയുന്നത് ഞങ്ങൾ അങ്ങനെ ഒരു ഡീലിന് യാതൊരു തരത്തിലുള്ള ഒരു മുന്നൊരുക്കമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നേതൃത്വമോ നൽകുന്ന ഒരു രീതി ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതിനൊരു മുൻകൈ ഇറാൻ എടുത്തിട്ടില്ല എന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ US മിലിറ്ററി പറയുന്നത് 5000 പൗണ്ട് ഏതാണ്ട് 220 കിലോ ബോംബ് ഇറാൻ്റെ അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റികൾ തകർക്കാനായി, അതുപോലെ ആൻറ്റിഷിപ്പ് ക്രൂയിസ് മിസൈൽ സംവിധാനങ്ങൾ ഒക്കെ സൂക്ഷിക്കുന്ന മൊബൈൽ മിസൈൽ ലോഞ്ചറുകൾ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളൊക്കെ തകർക്കാനായി താൻ ഉപയോഗിച്ചു എന്ന് ഈ അഡ്മിറൽ ബ്രാൻഡ് കൂപ്പർ, അവരുടെ കമാൻഡറാണ് US സെൻട്രൽ കമാൻഡിൻ്റെ, അദ്ദേഹം വ്യക്തമാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇസ്രായേലും സമാനമായ രീതിയിലുള്ള ആക്രമണം നടത്തുന്നു. ഇസ്രായേൽ ഡിഫൻസ് സംവിധാനം വലിയ തോതിൽ ആക്രമണങ്ങൾ നടത്തി എന്ന് ഡിമോണ, ആറത്ത് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് അവിടെ ചില ആക്രമണങ്ങൾ നടന്നു എന്ന തരത്തിൽ ഇറാനിയൻ മിസൈൽസ് വന്നു എന്നവർ പറയുന്നു. IRCG പറയുന്നത് ഇസ്രായേൽ മിലിറ്ററി ഇൻസ്റ്റലേഷൻസും സെക്യൂരിറ്റി സെൻറ്റേഴ്സും അറാദിലെയും ഡിമോണയിലെയും ഇലിയറ്റിലെയും ബീർഷേബയിലെയും ഒക്കെ തകർത്തു എന്ന തരത്തിലൊക്കെയുള്ള പ്രതികരണങ്ങൾ അവിടുന്ന് വരുന്നു. ഏതായാലും നെതന്യാഹു ഒരു കാര്യം വ്യക്തമാക്കുന്നത് അവിടുത്തെ ഈ അടിയന്തര സാഹചര്യങ്ങൾ കുറെ കൂടി ശക്തമാക്കുക, ഒപ്പം ഈ രക്ഷാപ്രവർത്തനങ്ങൾ കുറെ കൂടി ഊർജിതമാക്കുക എന്ന നെതന്യാഹു ഇന്ന് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.